രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഞാനൊരു ചായ കുടിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാനത് കുടിക്കാറില്ല. കാരണം ഞാൻ ഹെൽത്ത് ശ്രദ്ധിക്കുന്നു. എങ്ങനെയാണത് പറയുക? ഐ യൂസ്ഡ് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ വെൻ ഐ വോക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. ബട്ട് നൗ ഐ ഡോണ്ട് ഡ്രിങ്ക് ബിക്കോസ് ഐ കെയർ മൈ ഹെൽത്ത്. എങ്ങനെയാണ് പറയുക? രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നു. എങ്ങനെ പറയും? ഐ യൂസ്ഡ് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ വെൻ ഐ വോക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. എങ്ങനെയാണ്? യൂസ്ഡ് ടു ഉപയോഗമൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഐ യൂസ്ഡ് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ വെൻ ഐ വോക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. ഇപ്പം ഞാൻ കുടിക്കാറില്ല. നൗ ഐ ഡോണ്ട് ഡ്രിങ്ക്. കുടിക്കാറില്ല. കാരണം ബിക്കോസ് ഐ കെയർ മൈ ഹെൽത്ത്. ഞാൻ എൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്നു. എങ്ങനെയാണ്? ഒന്നും കൂടി പറയൂ. ഐ യൂസ്ഡ് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ വെൻ ഐ വോക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. നൗ ഐ ഡോണ്ട് ഡ്രിങ്ക് ബിക്കോസ് ഐ കെയർ മൈ ഹെൽത്ത്. ഒന്നും കൂടെ പറയൂ. യൂസ്ഡ് ടു ഹാവ് കപ്പ് ഓഫ് ടീ വോക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. പക്ഷേ ബട്ട് നൗ ഡോണ്ട് കെയർ മൈ ഹെൽത്ത്. ഒന്നും കൂടെ പറയൂ. ഒന്നും കൂടെ നിങ്ങൾ പറയൂ. ഐ യൂസ്ഡ് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ വെൻ ഐ വോക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. നൗ ഐ ഡോണ്ട് ഡ്രിങ്ക് ബിക്കോസ് ഐ കെയർ മൈ ഹെൽത്ത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഒരു ചായ കുടിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കുടിക്കാറില്ല. കാര്യം ഞാൻ എൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്നു. ഇനി രാവിലെ ചായ കേൾക്കുമ്പോഴേ ചായ കുടിക്കൽ ആരോഗ്യത്തിന് ദൂഷ്യകരമാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തത്. സാധാരണ ഞാൻ 7 മണിക്കാണ് 7 മണിയോട് കൂടിയൊക്കെയാണ് എഴുന്നേൽക്കാറ്. ഇന്നലെ ഞാൻ കൃത്യം 5 മണിക്ക് എഴുന്നേറ്റു. കാരണം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയും? ഐ യൂഷ്വലി അത് നിങ്ങൾക്കറിയാം അല്ലേ? സാധാരണ ഞാൻ ഒരു 7 മണിയോട് കൂടിയാണ് എഴുന്നേൽക്കാറ്. എങ്ങനെ പറയും? ഐ യൂഷ്വലി ഗെറ്റ് അപ്പ് അറൗണ്ട് 7 AM. ബട്ട് യെസ്റ്റർഡേ ഐ ഗോട്ട് അപ്പ് അറ്റ് 5 AM. കൃത്യം 5 മണിക്ക് എഴുന്നേറ്റു. ബിക്കോസ് ഐ കുഡിൻറ്റ് സ്ലീപ്പ്. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് പറയേണ്ടത്? ഐ യൂഷ്വലി ഗെറ്റ് അപ്പ് അറൗണ്ട് 7 AM എവറി ഡേ. ബട്ട് യെസ്റ്റർഡേ ഐ ഗോട്ട് അപ്പ് അറ്റ് 5 AM ബിക്കോസ് ഐ കുഡിൻറ്റ് സ്ലീപ്പ്. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒന്നും കൂടെ പറയൂ. ഐ യൂഷ്വലി എവറി ഡേ യെസ്റ്റർഡേ അറ്റ് 5 AM ബിക്കോസ് കുഡിൻറ്റ് സ്ലീപ്പ്. അല്ലേ? സാധാരണ ഞാൻ 7 മണിയോട് കൂടിയൊക്കെയാണ് എഴുന്നേൽക്കാറ്. ഇന്നലെ ഞാൻ 5 മണിക്കാണ് എഴുന്നേറ്റത്. കാരണം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ബിക്കോസ് ഐ കുഡിൻറ്റ് സ്ലീപ്പ്. ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറക്കം വന്നില്ല. അങ്ങനെ പറയണം. യൂഷ്വലി അല്ലേ? സാധാരണ ഐ ഗെറ്റ് അപ്പ് അറൗണ്ട് 7 AM എവറി ഡേ. ബട്ട് യെസ്റ്റർഡേ ഐ ഗോട്ട് അപ്പ് അറ്റ് 5 AM ബിക്കോസ് ഐ കുഡിൻറ്റ് സ്ലീപ്പ്. കാരണം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇനി വേറെ ഒരു സെൻറ്റൻസ്. പേപ്പർ വായിക്കുമ്പോൾ ഒരു ചായ. അതെൻ്റെ പഴയ ഒരു ശീലമാണ്. എത്ര ശ്രമിച്ചിട്ടും എനിക്കത് മാറ്റാൻ കഴിയുന്നില്ല. എങ്ങനെ പറയും? കുറച്ച് പ്രായമായവരുടെയൊക്കെ ഒരു ശീലമാണ് അതല്ലേ? പേപ്പർ വായിക്കുമ്പോൾ ഒരു ചായ കുടിക്കുക. അതെൻ്റെ പഴയ ഒരു ശീലമാണ്. എങ്ങനെ പറയും? ഹാവിങ് എ കപ്പ് ഓഫ് ടീ. ചായ കുടിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണ്? വൈൽ റീഡിങ് ദ ന്യൂസ് പേപ്പർ. പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? ഹാവിങ് ദ കപ്പ് ഓഫ് ടീ വൈൽ റീഡിങ് ദ ന്യൂസ് പേപ്പർ ഈസ് ആൻ ഓൾഡ് ഹാബിറ്റ് ഓഫ് മൈൻഡ്. എൻ്റേതായിട്ടുള്ള ഒരു പഴയ ശീലമാണ്. എന്ത്? ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേപ്പർ വായിക്കുക എന്നുള്ളത്. എങ്ങനെയാണ്? ഹാവിങ് എ കപ്പ് ഓഫ് ടീ വൈൽ റീഡിങ് ദ ന്യൂസ് പേപ്പർ ഈസ് ആൻ ഓൾഡ് ഹാബിറ്റ് ഓഫ് മൈൻഡ്. എങ്ങനെ പറയും? ഹാവിങ് ദ കപ്പ് ഓഫ് ടീ while reading the newspaper is an old habit of mine. എങ്ങനെ പറയും? Having a cup of tea while reading the newspaper is an old habit of mine. എൻ്റെ ഒരു പഴയ ശീലമാണ് അത്. ഇനി no matter how hard I try, I can't change it. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അതിനൊരു മാറ്റമില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും no matter how hard I try, I can't change it.
നോ മാറ്റർ ഹൗ ഹാർഡ് എത്ര കഠിനമായി ശ്രമിച്ചിട്ടും നോ മാറ്റർ ഹൗ ഹാർഡ് ഐ ട്രൈ ഐ കാൺ ചേഞ്ച് ഇറ്റ്, എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ആ സെൻറ്റൻസ് എന്തായിരുന്നു? പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചായ കുടിക്കുക എൻ്റെ ഒരു പഴയ ശീലമാണ്, എത്ര ശ്രമിച്ചിട്ടും അത് മാറ്റാൻ പറ്റുന്നില്ല. എങ്ങനെ പറയും? ഹാവിങ് എ കപ്പ് ഓഫ് ടീ വൈൽ റീഡിങ് ദ ന്യൂസ് പേപ്പർ ഈസ് ആൻ ഓൾഡ് ഹാബിറ്റ് ഓഫ് മൈൻഡ്, എൻ്റെ ഒരു പഴയ ശീലമാണ്. നോ മാറ്റർ ഹൗ ഹാർഡ് ഐ ട്രൈ ഐ കാൺ ചേഞ്ച് ഇറ്റ്. ഒന്നും കൂടെ നിങ്ങൾ പറയും, ഒന്നും കൂടെ. ഹാവിങ് എ കപ്പ് ഓഫ് ടീ ന്യൂസ് പേപ്പർ നോ മാറ്റർ ട്രൈ ഐ കാണ്ട് ചേഞ്ച് ഇറ്റ്, എനിക്കത് മാറ്റാൻ കഴിയുന്നില്ല. ഇനി വേറെ ഒരു സെൻറ്റൻസ് എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ഓഫീസിൽ പോകണം, അതെൻ്റെ ഒരു ജീവിത ഭാഗമാണ്, എൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. എങ്ങനെ പറയും? അല്ലെങ്കിൽ എനിക്കത് നിർബന്ധമാണ്. എങ്ങനെ പറയും? ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ടേക്ക് എ ഷവർ ഇൻ ദ മോർണിംഗ് ബിഫോർ ഗോയിങ് ടു ദ ഓഫീസ്. ഓഫീസിൽ പോകുന്നതിന് മുമ്പേ കുളിച്ചിട്ട് പോകണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമാണ്, അല്ലെങ്കിൽ അതെൻ്റെ ഒരു ജോലിയാണ് എന്നെങ്ങനെ പറയും? ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ടേക്ക് എ ഷവർ നമുക്കറിയാം. ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ടേക്ക് എ ഷവർ ഇൻ ദ മോർണിംഗ് ബിഫോർ ഗോയിങ് ടു ദ ഓഫീസ്. എങ്ങനെയാണ് പറയുന്നത്? മൈ ഡ്യൂട്ടി ടു ടേക്ക് എ ഗോയിങ് ടു ദ ഓഫീസ്. എങ്ങനെയാണ് പറയേണ്ടത്? ഇറ്റ്സ് മൈ ഡ്യൂട്ടി to take a shower in the morning to the office. ഇനി നാളെ എനിക്കൊരു മീറ്റിംഗ് ആണ്, നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്നെങ്ങനെ പറയും? ഐ ഹാവ് എ മീറ്റിംഗ് ടുമോറോ. നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, എങ്ങനെ പറയും? ഐ ഹാവ് എ മീറ്റിംഗ് ടുമോറോ. എങ്ങനെയാണ് പറയേണ്ടത്? മീറ്റിംഗ് ടുമാറോ. ഐ ഹാവ് എ മീറ്റിംഗ് ടുമാറോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് എല്ലാം റെഡിയാക്കി വെക്കുകയാണ്, നാളെ ഒന്നും മറന്നു പോവില്ല അല്ലോ. എങ്ങനെ പറയും? സോ ഇഫ് ഐ ഗെറ്റ് എവരിത്തിങ് റെഡി ടുഡേ, സോ അതുകൊണ്ട് ഇന്ന് ഞാനതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചാൽ, സോ ഇഫ് ഐ ഗെറ്റ് എവരിത്തിങ് റെഡി ടുഡേ ഐ വോണ്ട് ഫോർഗെറ്റ് എനിത്തിങ്, ഞാൻ ഒന്നും മറന്നു പോവില്ല. എങ്ങനെ പറയും? ഐ ഹാവ് എ മീറ്റിംഗ് ടുമാറോ. സോ അതുകൊണ്ട് ഇഫ് ഐ ഗെറ്റ് എവരിത്തിങ് റെഡി ടുഡേ, ഇന്ന് ഞാനെല്ലാം റെഡി വെച്ചു, ടുമാറോ അല്ല, ഇന്ന് ഞാൻ റെഡിയാക്കി വെച്ചാൽ നാളെ ഞാനൊന്നും മറന്നു പോവില്ലല്ലോ, ഒന്നും ഞാൻ മറന്നു പോവില്ലല്ലോ. എങ്ങനെ പറയണം? സോ ഇഫ് ഐ ഗെറ്റ് എവരിത്തിങ് റെഡി ടുഡേ ഐ വോണ്ട് ഫോർഗെറ്റ് എനിത്തിങ്, ഒന്നും മറന്നു പോവില്ലല്ലോ, നാളെ ഞാനൊന്നും മറന്നു പോവില്ല, ഇന്നേ എല്ലാം റെഡിയാക്കി വെച്ചാൽ. സോ ഇഫ് ഐ ഗെറ്റ് എവരിത്തിങ് റെഡി ടുഡേ ഐ വോണ്ട് ഫോർഗെറ്റ് എനിത്തിങ്. I have a meeting tomorrow, so if I get everything ready today, I won't forget anything. എങ്ങനെയാണ് പറയേണ്ടത്? എങ്ങനെയാണ് പറയേണ്ടത്? നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഇന്നേ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചാൽ ഞാനൊന്നും മറന്നു പോവില്ലല്ലോ. എങ്ങനെ പറയണം? I have a meeting tomorrow, so if I get everything ready today, I won't forget anything. ഒന്നും കൂടെ പറയും. I have a meeting tomorrow, so if I get everything ready today, I won't forget anything. ഒന്നും ഞാൻ മറന്നു പോയില്ല. ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നി, ഒന്നും കൂടെ പറയും, ഒന്നും കൂടെ. I have a meeting tomorrow, so get the thing ready today, I won't forget anything. അപ്പോൾ മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതായത് നമ്മൾ പറഞ്ഞ കുറച്ച് സെൻറ്റൻസ് ഒന്നും കൂടെ ഞാൻ മലയാളം പറയാം, നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് പറഞ്ഞോളൂ. എന്താണ്? പേപ്പർ വായിക്കുമ്പോൾ ഒരു ചായ കുടിക്കുക എൻ്റെ പഴയ ഒരു ശീലമായിരുന്നു. എങ്ങനെ പറയും? പഴയ ഒരു ശീലമാണ്, അതെനിക്ക് എത്ര ശ്രമിച്ചിട്ട് മാറ്റാൻ പറ്റുന്നില്ല. എങ്ങനെ പറയും? ഹാവിങ് എ കപ്പ് ഓഫ് ടീ വൈൽ റീഡിങ് ദ ന്യൂസ് പേപ്പർ ഈസ് ആൻ ഓഫ് മൈൻഡ്. വെരി ഗുഡ്. എത്ര ശ്രമിച്ചിട്ടും അത് മാറ്റാൻ പറ്റുന്നില്ല. നോ മാറ്റർ ഐ ട്രൈ ഐ കാണ്ട് ചേഞ്ച് ഇറ്റ്, മാറ്റാൻ കഴിയുന്നില്ല. പിന്നെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഞാനൊരു ചായ കുടിക്കാറുണ്ടായിരുന്നു, ഇപ്പം ഞാൻ കുടിക്കാറില്ല. എങ്ങനെ പറയും? ഐ യൂസ്ഡ് ടു കപ്പ് ഓഫ് ടീ ഓ കപ്പ്. ഇപ്പം ഞാൻ കുടിക്കാറില്ല, ഐ ഡോണ്ട് ഡ്രിങ്ക്. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ടുമോറോ. സോ
ഗെറ്റ് എവറിത്തിങ് റെഡി ടുഡേ. ഐ വോണ്ട് ഫോർഗറ്റ് എനിത്തിങ്. ഇന്നത്തെ സെൻറ്റൻസുകൾ നിങ്ങൾ പഠിച്ചല്ലോ. നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കണം കേട്ടോ. സെൻറ്റൻസസ് നിങ്ങൾ ഒന്നും മടി പിടിച്ചിരിക്കരുത്. കാര്യം ഞാനിങ്ങനെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതിൻ്റെ കാര്യം വേറെയൊന്നും അല്ല കേട്ടോ. പൊതുവേ ഇംഗ്ലീഷ് പറയാൻ നിങ്ങൾക്ക് മടിയാണ്, നിങ്ങൾക്കെന്നല്ല ആർക്കും മടിയാണ്. ഇപ്പം ഞാനിവിടെ ഒരു സെൻറ്റൻസ് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിച്ച് വിടുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കേൾക്കും, അതൊന്ന് വായിക്കത്തേ ഉള്ളൂ, പക്ഷെ പറയത്തില്ല. അപ്പം ഇതാവുമ്പോൾ എന്താണെന്നോ, ഞാൻ കുറേ നേരം പറഞ്ഞു കഴിയുമ്പം ഏതൊരു വ്യക്തിയും അത് അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ മാറ്റം. ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ നമ്മളത് വായിക്കും. ഐ ഹാവ് എ മീറ്റിംഗ് ടുമോറോ, വായിച്ചു. പക്ഷെ അതല്ല, ഞാൻ പറയും 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു, 4ാമത്തെ പറയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വായിന്നത് വന്നു പോകും. അങ്ങനെ വരണം, അങ്ങനെ നിങ്ങൾ പറയണം. കാരണം ഉണ്ടല്ലോ, ഇത് കുറേ പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നും പഠിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കൂട്ടുകാരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരല്ല, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർ, അങ്ങനെ ഒരു സാഹചര്യവും നമുക്കില്ല. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ സാഹചര്യമില്ല. അതിനിപ്പം നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും. നിങ്ങൾ പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുകയല്ലേ ചെയ്യേണ്ടത്. നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, പറയണം ഇംഗ്ലീഷ്. എന്നിട്ട് സാഹചര്യം കിട്ടുമ്പോൾ ഓരോ സെൻറ്റൻസിനെ നിങ്ങൾ പ്രയോഗിക്കണം. ഇത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ സെൻറ്റൻസ്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ പറയണം. ഒരു അരമണിക്കൂർ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോന്നും എടുത്തിട്ട് നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് പറയണം. അതിൻ്റെ മലയാള സെൻറ്റൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, നിങ്ങൾ പറയണം. പറഞ്ഞ് തന്നെ പഠിക്കണം. ഓക്കെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഇംഗ്ലീഷ് പറഞ്ഞ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുറേ പേരുണ്ടാവും. അവരൊന്നും നമ്മുടെ ഈ പറഞ്ഞ് പഠിക്കുക എന്നുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് എങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം എല്ലാവരും പഠിക്കട്ടെ. ഇംഗ്ലീഷ് അറിയത്തില്ല, അതിനി ആരും വേണ്ട, എല്ലാവരും പറഞ്ഞു. ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഇത് സാധാരണക്കാരുടെ ഒരു ചാനലാണ്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ള സാധാരണ ഭാഷയിലുള്ള സാധാരണ ഒരു ചാനലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് ഇനിയും ആരിലേക്കെങ്കിലും എത്തിക്കണം, ഇനി ആരെങ്കിലും കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരോ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളവരാണ് എങ്കിൽ അവർക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപകാരപ്പെടുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ മാത്രം ആശംസിക്കുന്നു. താങ്ക് യു.